ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ നൈട്രോ മിനി ഗാരേജ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ചാനലിലെ ഫസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഈ ഒരു ഹുയിന എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 1:18 സ്കെയിൽ സൈസ് മോഡൽ വരുന്ന ഈ ഒരു RC ട്രക്കിന്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ബിൽഡും കാര്യങ്ങളും നോക്കാൻ നേരത്ത് ഇത് മെറ്റൽ മെയ്ഡ് അല്ല, ഇത് എൻറ്റയർലി ഡ്യൂറബിൾ പ്ലാസ്റ്റിക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊരു ടോയ് ഗ്രേഡ് ട്രക്കാണ്. പക്ഷെ ടോയ് ഗ്രേഡ് ട്രക്കാണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹോബി ഗ്രേഡ് ലെവലാണെന്ന് തോന്നുള്ളൂ. അമ്മാതിരി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഈ ഫ്രണ്ടിലെ ഗ്രിൽ ഡിസൈൻ ആയാലും മൊത്തത്തിലുള്ള ബിൽഡ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രക്ക് തന്നെയാണ് ഇത്. ഇപ്പോൾ വീലിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ കാര്യത്തിലായാലും, കണ്ടെയ്നർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അറ്റാച്ച് ചെയ്ത് വെക്കണമല്ലാണ്ട് ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ലോക്ക് വലിയ സംഭവമുണ്ട്, അത് ഒന്ന് ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ കാര്യം. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടെയ്നർ. ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കാൻ നേരത്തെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ, അതായത് അൺലോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നോക്കി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഹോട്ട് വീൽസ് കാറ് അല്ലെങ്കിൽ മിനി ഡൈകാസ്റ്റ് കാറ് അതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രക്ക് സ്പേസ് ഇത് തരുന്നുണ്ട്. കാരണം 1:18 ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് സൈസ് വരുന്നുണ്ടെന്ന്. കണ്ടെയ്നർ ലോക്ക് ചെയ്യണ പോലെ തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. കണ്ട, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ അടിഭാഗത്തായിട്ട് ഒരു കാണുന്നത്, അടിഭാഗത്തായിട്ട് ഈ ഒരു ക്ലിപ്പ് കണ്ടോ, അത് ഇങ്ങനെ അപ്പോഴേക്കും ഇവിടെ ഒരു ലോക്ക് വീഴും. അതാണ് ഇത് കണക്ട് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് പോരൂല, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. പിന്നെ ഇതിന്റെ മിറേഴ്സും കാര്യങ്ങളാണെങ്കിലും ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സ് ഇതൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഈ ഒരു ട്രക്ക് കാണാനും നല്ല ഭംഗിയുണ്ടോ, കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. പിന്നെ ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് വല്ല ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തോന്നിയില്ല. അത്യാവശ്യം നല്ല കിടുവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുവരെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല ഈ ഒരു ട്രക്കിന്. പിന്നെ ഓടാനായാലും ഈ ഒരു വീലൊക്കെ ആയാലും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ട്രക്കിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലോട്ട് വരാം. ഇതാണ് ഇതിന്റെ റിമോട്ട്. ഒരു ജോയ്സ്റ്റിക് മോഡൽ റിമോട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ നോക്കണമെങ്കിൽ ഇതാണ് ഫോർവേഡും ബാക്ക്വേഡും. ഇത് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകൾ വരുന്നുണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സൗണ്ടിന്റെ സംഭവങ്ങൾ, ഈ വണ്ടി ഓണാക്കുമ്പോൾ സൗണ്ടൊക്കെ വരും, അത് ഓൺ ഓഫ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇത് ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ളതിന്റെ സ്വിച്ചാണ്. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്കുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് ഇത്തിരി ഡേഞ്ചർ സ്വിച്ചാണ്. കാരണം അത് ഇതേപോലത്തെ ഈ ഒരു ടേബിളിന്റെ പൊക്കത്തൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി തന്നെ ഒറ്റ ഫൂന്നും പറഞ്ഞങ്ങ് പോയിപ്പോവും. അതൊരു ഓട്ടോമാറ്റിക് മോഡ് പോലത്തെ ഉള്ള ഒരു സംഭവത്തിലോട്ട് പോകും വണ്ടി. അത് ഇത്തിരി സീനാണ്. കാരണം ഞാൻ ഓടിച്ചപ്പോൾ ഒന്ന് പേടിച്ചായിരുന്നു അത് നീക്കിയിട്ട്. പിന്നെ നമ്മളുടെ ഓൺ ഓഫ് ബട്ടൺ, അതൊക്കെയാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജോയ്സ്റ്റിക്കിൽ വന്നിട്ടുള്ളൂ. പിന്നെ റിമോട്ട് ആയിട്ടുള്ള ഈ ഒരു ട്രക്കിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു ട്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡോർ സർഫസുകൾ അല്ലാണ്ട് പ്ലെയിൻ സർഫസുകളിലൊക്കെ ഓടിക്കാനുള്ള ട്രക്കാണ്. ഇത് വെച്ചൊക്കെ ഓഫ് റോഡ് ചെയ്യാനേ ഉള്ളൂല. കാരണം ഇത് എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ഇതൊക്കെ ശരിക്കും ഇൻഡോർ യൂസിന് വേണ്ടിയുള്ളതും. പിന്നെ നിങ്ങളിപ്പോൾ ഒരു RC കളക്ടർ ആണെങ്കിൽ നിങ്ങളുടെ കളക്ഷനിൽ വെക്കാൻ പറ്റിയ ഒരു കിടിലം മുതലാണിത്. കാരണം അത്രക്ക് റിയലിസ്റ്റിക്കിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ നിൽക്കണോണ്ട് കളക്ഷനിൽ ഈ ഒരു ട്രക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ട്രക്കിന്റെ ബാറ്ററിയും കാര്യങ്ങളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ട്രക്കാണ്. പെട്ടെന്നൊന്നും ചാർജ് ഒന്നും അങ്ങനെ തീർന്നും പോലെ നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മുതൽ തന്നെയാണിത്. ഞാൻ ഈ ഒരു ട്രക്ക് വാങ്ങിച്ച ദിവസം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രക്ക് ഡ്യൂറബിലിറ്റി ഇത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ ഓൺ ആക്കി കാണിച്ചായിരുന്നു. ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ട്രക്ക് നമുക്ക് ആദ്യം ഈ കണ്ടെയ്നർ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്തിട്ട്
ഇതിന്റെ അടിയിലായിട്ട് ഒരു ഓൺ ഓഫ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു കൺട്രോൾ വരുന്നുണ്ട്, അതായത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മാത്രമായിട്ട് ആക്കാനുള്ള അതിന്റെ ഒരു കൺട്രോൾ സെറ്റപ്പ്. പിന്നെ അതെ ഇവിടെയാണ് ഇതിന്റെ റീചാർജബിൾ ബാറ്ററി വരുന്നത്. അത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓൺ ഓഫ് വരുന്നത് ദാ ഈ അടിഭാഗത്തായിട്ടാണ് ഓൺ ഓഫ് വരുന്നത്. നമുക്കൊന്ന് ഓൺ ആക്കാം. ദാ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രെയിലർ എഞ്ചിനിലോട്ട് കയറ്റാം. ഉള്ളൂ, ഫിനിഷ്. ഇതേ വണ്ടിയുടെ സൗണ്ട് കേട്ടോ. ഞാൻ ഈ ട്രക്ക് വാങ്ങിക്കാനുള്ളതിന്റെ മെയിൻ റീസൺ തന്നെ ഈ ഒരു കിടിലൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു എഫക്ട്സും സംഭവങ്ങളും പിന്നെ ഈ ലുക്കും, അതൊക്കെ കൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചത്. റെസ്പോൺസ് കിടുവാണ്. സൗണ്ട് ഒന്ന് ഞാൻ ഓഫ് ചെയ്യാനാണ്. ഞാൻ ഈ ഒരു ട്രക്ക് വാങ്ങിച്ചത് നമ്മുടെ കടവന്ത്രയിലുള്ള മൈക്ലിക് സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് RC കാർസ്, മിനി RC കാർസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി RC കാർസ്, ഇതുപോലത്തെ ട്രക്ക്, പ്ലെയിൻ, RC റിലേറ്റഡ് എന്ത് വേണമെന്നുണ്ടെങ്കിലും മൈക്ലിക് സ്റ്റോറിൽ ചെന്നാൽ മതി, എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് RC കണ്ടെയ്നർ ട്രക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ അടുത്ത RC റിലേറ്റഡ് സംഭവങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.